അപ്പോൾ കുംഭഭരണിക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് കൊഞ്ചും മാങ്ങ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. കൊഞ്ചും മാങ്ങയും കുംഭഭരണി ആകുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് ഓണാട്ടുകാരക്കാർക്ക്. അപ്പോൾ അതിനുള്ള കൊഞ്ചല്ല, കൂടുതൽ കൊഞ്ചുണ്ട്. വാങ്ങിച്ചത്ര ഞാനങ്ങ് വറുത്തങ്ങ് മാറ്റി വെക്കാം കേട്ടോ, ചീത്തയായി പോകാണ്ട്. കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കൊഞ്ച് മാങ്ങയ്ക്ക് വേണ്ടി. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും കാപ്പി കുടിച്ചത് ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ട്, 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉടനെയൊന്നും ആരും ഫുഡ് കഴിക്കത്തില്ല. അപ്പോൾ മാങ്ങ അധികം പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും എടുത്ത് ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. കൊഞ്ചിൻ്റെ തല ഇങ്ങനെ ചിരട്ട കൊണ്ടിട്ട് ചതച്ച് കഴിഞ്ഞിട്ട് നമുക്കതിങ്ങനെ എളുപ്പം എടുക്കാൻ പറ്റും കേട്ടോ. ഞുള്ളി അതിന് ആവശ്യമായിട്ട് തേങ്ങായും കൊച്ചുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടാണ് കേട്ടോ ചതയ്ക്കുന്നത്. അതിന് ആ സമയത്ത് ഞാൻ കൊഞ്ചൊന്ന് കഴുകിയിട്ട് ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാങ്ങായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് എരിക്കുള്ള പച്ചമുളകും ഇടണം കേട്ടോ, ഞാനത് കാണിക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ തേങ്ങ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ മീനൊക്കെ പറ്റിക്കുന്ന പോലെ തന്നെ പുരട്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഇത് ആദ്യം കൊഞ്ചും മാങ്ങയും കൂടെ വേവിച്ചിട്ടും നമുക്ക് അരപ്പിട്ടിട്ട് പിന്നെ അങ്ങനെ വേണം ചെയ്തപ്പോൾ ഞാൻ സമയക്കുറവുകൊണ്ട് എളുപ്പത്തിന് അങ്ങനെ ചെയ്യാം കേട്ടോ. കുറച്ച് അതിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് പരിപ്പും ഉണ്ടാക്കി കേട്ടോ. പിന്നെ പച്ചക്കറി ഒന്നും ഞാൻ കൂടുതൽ അങ്ങനെ ഉണ്ടാക്കാൻ, ഇത്രയും ദിവസം പച്ചക്കറി ആയതുകൊണ്ടാണ്. പിന്നെ കുറച്ച് പോർക്ക് റോസ്റ്റ് ചെയ്ത് ഇന്നലത്തെ ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കൊഞ്ചും മാങ്ങ റെഡിയായി വരുന്നുണ്ട്.